ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിൽ UDF-ൽ ചർച്ച തുടരുന്നു. ഇത്തവണയും 2 സീറ്റ് തന്നെ നൽകിയാൽ മതിയെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. എന്നാൽ ഈ തീരുമാനത്തോട് തൽക്കാലം വഴങ്ങേണ്ട എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. മുസ്ലിം ലീഗ് കോർ കമ്മിറ്റി യോഗം ചേർന്നാകും അന്തിമ തീരുമാനമെടുക്കുക. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, ഗുഡ് മോർണിംഗ്. സലിം, ഈ 3 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. അതേസമയം തന്നെ കോൺഗ്രസ് ഈ ഒരു ആവശ്യത്തിന് തൽക്കാലം മറുപടി പറയുന്നില്ല. ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ചർച്ചകൾ? പ്രവിധ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ ആ നിലപാട് 2 സീറ്റ് തന്നെ മതി ഇത്തവണ എന്നുള്ളതാണ്. ലീഗിന്റെ നേതാക്കളിൽ ചിലരെ വിളിച്ച് കോൺഗ്രസ് അക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലം, അതിന്റെ ആവശ്യത്തിൽ കോൺഗ്രസിന് അധികം സീറ്റുകളിൽ വിജയിച്ചു വരേണ്ടതുണ്ട്. അത് പാർലമെന്റിലേക്ക് അധികം കോൺഗ്രസ് MP-മാരെ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സഹകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം ഈ ആവശ്യത്തോട് അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങേണ്ട എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. കാരണം മുൻ വർഷങ്ങളിലേതുപോലെ ഒരു പതിവ് പോലെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത്. അതിനുശേഷം ആ ഡിമാൻഡിൽ നിന്ന് പുറകോട്ട് പോകും എന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കളുടെ ചിന്തക്കേറ്റ തിരിച്ചടിയായിരുന്നു ലീഗ് അതിൽ കടുംപിടുത്തം പിടിച്ചത്. എന്തായാലും ഇപ്പോൾ ഇനി കോർ കമ്മിറ്റി യോഗം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒരു അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ നിലവിൽ അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. പരമാവധി ആ സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും. അതല്ല, ആ സീറ്റ് നൽകുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതിരോധം, വലിയ നിലയിൽ ഒരു പ്രതിരോധവും പരസ്യ പ്രതികരണവും ഉൾപ്പെടെ നടത്തി UDF-നെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കില്ല. പക്ഷേ മറ്റു ചില ഡിമാൻഡുകൾ UDF-ന് മുൻപിൽ വെക്കും എന്നാണ് മനസ്സിലാകുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള കൂടുതൽ സീറ്റെണ്ണത്തിൽ കൂടുതൽ എണ്ണം ഇപ്പോഴേ ആവശ്യപ്പെടാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഈ മാസം 14-ന് ചേരുന്ന UDF നേതൃയോഗത്തിന് ശേഷമാകും ഉണ്ടാവുക. എന്തായാലും ആ ദിവസം 14-ാം തീയതി തന്നെ ഈ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും അതിനുശേഷം അന്നേ ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രചാരണത്തിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ UDF ലക്ഷ്യമിടുന്നത്. പ്രവിധ. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിൽ UDF ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത്തവണയും 2 സീറ്റ് തന്നെ നൽകിയാൽ മതി എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം.